എന്നൊക്കെ പറഞ്ഞ് ആ രുക്മിണിയെ ആശ്വസിപ്പിക്കുകയും രുക്മിണിക്ക് നല്ല നല്ല തത്വങ്ങളെയൊക്കെ ഉപദേശിച്ചു കൊടുത്ത് ആത്മതത്വ ഉപദേശം വരെ ചെയ്ത് നീ നിന്റെ അജ്ഞാനജന്യമായ ശോകത്തെ നീ ഉപേക്ഷിക്കൂ. തസ്മാത് അജ്ഞാനജം ശോകം ആത്മശോഷ വിമോഹനം തത്വജ്ഞാനേന നിർഹൃത്യ സ്വസ്ഥാഭവ ശുചിസ്മിതേ. ആ നിന്റെ ശോകമോഹങ്ങളെ വെടിഞ്ഞുകൊണ്ട് തത്വജ്ഞാനം കൊണ്ട് അതിനെ ശോകത്തെ ഉപേക്ഷിച്ചുകൊണ്ട് നീ സ്വസ്ഥയായി ഭവിക്കൂ, നീ പുഞ്ചിരിക്കൂ. ശുചിസ്മിതേ എന്ന് പറയുന്നതിലൂടെ മന്ദഹാസമായി ചിരിക്കുന്നവളെ എന്ന് വിളിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്ര പരാശരം ച വ്യാസം ശുകം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമദാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമദാസ്യ പത്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം ത്രോടകം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരൂൻ സന്തതമാനതോസ്മി. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായശേതേ യതമുഷു പൂരുഷഃ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിഥിദീർഷതാം തമോന്തം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ജയതു ജയതു ദേവോ ദേവകീനന്ദനോയം ജയതു ജയതു കൃഷ്ണോ വൃഷ്ണിവംശപ്രദീപഃ ജയതു ജയതു മേഘശ്യാമളകോമളാംഗോ
ജയതു ജയതു പൃഥ്വീ ഭാരനാശോ മുകുന്ദ. രുക്മിണി സ്വയംവരത്തിന് ശേഷം ഭാഗവതത്തിൽ രുക്മിണിക്കും ഭഗവാനും പുത്രനുണ്ടാവുന്ന പ്രദ്യുമ്നൻ പുത്രനായി അവതരിക്കുന്ന ആ കഥയാണ് പറയുന്നത്. അതിനുശേഷം ഭഗവാന്റെ മറ്റ് വിവാഹങ്ങളെക്കുറിച്ച് വർണ്ണിക്കുന്നു. അപ്പോൾ കാമദേവൻ പണ്ട് പാർവതീദേവിയെ സഹായിക്കാൻ വേണ്ടി ശിവൻ്റെ തപസ്സളക്കാൻ വേണ്ടി ചെന്നതായിട്ടുള്ള കഥ, കുമാരസംഭവം എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അവിടെ ആ മഹാദേവൻ്റെ നേത്രാഗ്നിയാൽ കാമൻ ഭസ്മമായിപ്പോയി. ആ കാമൻ്റെ പത്നിയായ രതീദേവി ശിവപാർവതി വിവാഹം കഴിഞ്ഞതിന് ശേഷം പാർവതീദേവിയെ സമീപിച്ച് പാർവതീദേവിയോട് അപേക്ഷിക്കുന്നു, അമ്മയ്ക്ക് വേണ്ടി എൻ്റെ ഭർത്താവ് ദേഹത്യാഗം ചെയ്തു, ഇപ്പം ഞാൻ വിധവയായിട്ടിരിക്കുന്നു, എന്നെ അനുഗ്രഹിക്കണം, എന്നെ എൻ്റെ ഭർത്താവിന് ജീവൻ തിരിച്ചു തന്ന് ഞങ്ങളെ രണ്ടുപേരെയും ഒന്നിപ്പിക്കണം എന്ന് രതീദേവി പാർവതിയോട് പ്രാർത്ഥിച്ചു. അതിന് മഹാദേവനുമായിട്ട് പാർവതി അനുഗ്രഹിച്ചു, രതീദേവിയെ അനുഗ്രഹിച്ചു. എന്തായാലും തൽക്കാലം കാമദേവൻ മനസ്സിജനായിരിക്കട്ടെ, ജീവജാലങ്ങളുടെ ഹൃദയത്തിൽ മനസ്സിൽ കാമമായി ജനിക്കുന്നവനായി ഇരിക്കട്ടെ, അനങ്കനായി ഇരിക്കട്ടെ. അനങ്കൻ എന്നാൽ അംഗമില്ലാത്തവനായിട്ട്. അത് കഴിഞ്ഞ് സമയമാവുമ്പോൾ ഒരു ജന്മം തരാം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് അനുഗ്രഹിച്ചു കൊടുത്ത് ഇപ്പോൾ കൃഷ്ണൻ്റെ പുത്രനായിട്ട് കാമദേവനുമായിട്ട് ഇവിടെ ഉണ്ടാവുന്ന ആ ഒരു സമാഗമം, ആ കഥയും കൂടിയാണിത്. ഇപ്പം ഭഗവാന് രുക്മിണി ദേവിയിൽ പുത്രൻ ജനിച്ചതും ഒരു അസുരൻ വന്ന് ആ കുട്ടിയെ തട്ടിക്കൊണ്ടു പോവുകയാണ്. ശംബരാസുരൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അതിനദ്ദേഹം എന്താ കാരണം വെച്ചാൽ, ഈ ശംബരാസുരൻ മഹാദേവനെ തപസ് ചെയ്ത് വലിയ അനുഗ്രഹങ്ങളൊക്കെ മേടിച്ചു, വരങ്ങളൊക്കെ മേടിച്ചു. ആ കൂട്ടത്തിൽ തനിക്ക് മരണം ഉണ്ടാവരുത് എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ മഹാദേവൻ പറഞ്ഞു, അതൊന്നും പറ്റില്ല, വേറെന്തെങ്കിലും വരം ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ആ കാലത്താണ് കാമദേവൻ ഭസ്മമായി പോയിരുന്നത്. അപ്പോൾ ഇനി ആ കാമദേവൻ തിരിച്ച് ജനിച്ചു വരില്ല എന്നുള്ള വിശ്വാസത്തോടു കൂടിയിട്ട് ശംബരാസുരൻ മഹാദേവനോട് ചോദിച്ചത്, എന്നാൽ പിന്നെ എനിക്ക് മരണം ഉണ്ടാവുകയാണെങ്കിൽ അത് കാമദേവനിൽ നിന്ന് മാത്രം എന്നുള്ളൊരു വരമാണ് മേടിച്ചത്. അപ്പോൾ മഹാദേവൻ അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് തഥാസ്തു എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. അങ്ങനെ തൻ്റെ ശത്രു ഇനി ജനിക്കില്ല എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ശംബരാസുരന് എവിടുന്നോ വിവരം കിട്ടിയത് കാമദേവനാണ് കൃഷ്ണപുത്രനായി ജനിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കിയ ശംബരാസുരൻ ഒരു വേലക്കാരനെ പോലെ രുക്മിണിയുടെ ഗൃഹത്തിൽ അന്തർപുരത്തിൽ വന്ന് താമസിക്കുകയും അല്ലെങ്കിൽ അവിടുത്തെ വേലക്കാരനായി നിൽക്കുകയും ചെയ്യുന്നു. രുക്മിണി പ്രസവിച്ചൊരു 10 ദിവസം ആവുന്നതിന് മുമ്പേ തന്നെ സന്ദർഭം കിട്ടിയപ്പോൾ ഈ കുട്ടിയെയും തട്ടിക്കൊണ്ട് പോകുന്നു. ആ കുട്ടിയെ സമുദ്രത്തിൽ കൊണ്ടുപോയി എറിയുന്നു. ഇനി ഇവൻ രക്ഷപ്പെടില്ലല്ലോ, ഇനി അവൻ തിരിച്ചു വരില്ലല്ലോ എന്ന് പറഞ്ഞ് നല്ല വലിയ മത്സ്യങ്ങളൊക്കെ ഉള്ളതായിട്ടുള്ള ആ സമുദ്രത്തിലേക്ക് കൊണ്ടുപോയി വലിച്ചെറിഞ്ഞു. എന്നിട്ട് ശംബരാസുരൻ തൻ്റെ കൊട്ടാരത്തിൽ പോയി ഹാവു എന്ന് പറഞ്ഞ് സുഖമായിട്ട് ഇരുന്നു. പക്ഷേ വിധി എവിടെയും പോവില്ല. ആ മത്സ്യത്തെ ആ കൊച്ചുകുട്ടിയായ രുക്മിണി പുത്രനെ, കൃഷ്ണപുത്രനെ ഒരു വലിയ മത്സ്യം വിഴുങ്ങി. ആ മത്സ്യങ്ങളെ പിടിക്കുന്നതായിട്ടുള്ള മുക്കുവന്മാർ ഈ ഒരു മത്സ്യത്തെ അടക്കം, ഈ വലിയ മത്സ്യത്തെ അടക്കം അവർ വലവീശി പിടിച്ചപ്പോൾ നല്ലൊരു വലിയ മത്സ്യത്തെ കിട്ടിയപ്പോൾ ആ മുക്കുവന്മാർക്ക് തോന്നി നമ്മുടെ അവിടുത്തെ രാജാവായിട്ടുള്ള ശംബരാസുരന് തന്നെ കൊണ്ടു കൊടുക്കാം എന്ന്. അങ്ങനെ ആ ശംബരാസുരൻ്റെ കൊട്ടാരത്തിൽ സമ്മാനമായിട്ട് ഈ മത്സ്യത്തെ തന്നെ കൊണ്ടുപോയി കൊടുത്തു. അല്ല, വിശിഷ്ട മത്സ്യം, വലിയ മത്സ്യം. ഈ മത്സ്യത്തിൻ്റെ ഉദരത്തിൽ ഈ കുട്ടിയുള്ളത് അവിടെ അറിയില്ല. ആ ശംബരാസുരൻ അതിനെ കിട്ടിയപ്പോൾ സന്തോഷത്തോടുകൂടി അടുക്കളയിലേക്ക് ഏൽപ്പിച്ചു, പാചകക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഇന്നത്തെ കറി ഇതാവട്ടെ എന്ന് പറഞ്ഞിട്ട്. അവിടെ സൂതൻ എന്ന് പറഞ്ഞാൽ പാചകം ചെയ്യുന്നവൻ, സൂതൻ അല്ല സൂതൻ, ദകാരം മൂന്നാമത്തെ. സൂത ശബ്ദം കൊണ്ട് രണ്ടർത്ഥം. നമ്മുടെ കഥ പറയുന്ന സൂതനും തേരാളി സൂതനും സൂതഹ. സൂതഹ എന്ന് പറഞ്ഞാൽ പാചകം ചെയ്യുന്ന ആൾ,
ദകാര. അപ്പോൾ ആ സൂതന്മാർ ആ മത്സ്യത്തെ സ്വീകരിച്ച് അവർ അതിനെ നെടുകെ മുറിച്ചതായിട്ടുള്ള സമയത്ത് ആ മത്സ്യത്തിൻ്റെ ഉള്ളിൽ ഒരു കൊച്ചു കുട്ടി, നല്ല സുന്ദരനായിട്ടുള്ള കോമളനായിട്ടുള്ളൊരു ആൺകുട്ടി, എന്താ പറയുക, തേജസ്വിയായിട്ടുള്ള കുട്ടി, ഒരു പോറലും ഇല്ലാതെ കിടക്കണം ആ മത്സ്യത്തിൻ്റെ ഉദരത്തിൽ. ആ കുട്ടിയെ കണ്ടപ്പോൾ ആ സൂതന്മാർക്ക് സന്തോഷമായി. ആ കുട്ടിയെ എടുത്തുകൊണ്ട് അടുക്കളയുടെ ഇൻചാർജ്, ഹൗസ് കീപ്പർ എന്ന് പറയാം, സ്റ്റോർ കീപ്പറും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് മായാവതി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ കഥാനായികയാണ്. ആരാണ് കഥാനായിക എന്ന് വെച്ചാൽ സാക്ഷാൽ രതിയുടെ അവതാരമാണ് അവൾ. ഭർത്താവിനെ കാത്തിരിക്കുന്ന ആളാണ്. അപ്പോൾ ആ മായാവതി എന്ന ആ സ്ത്രീക്ക് ഹൗസ് കീപ്പർക്ക് കൊണ്ടുപോയിട്ട് ഈ സൂതന്മാർ ഹാൻഡ് ഓവർ ചെയ്തു. ഇത് അങ്ങനെ ഒരു അത്ഭുത കുട്ടിയെ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ മായാവതിക്ക് ഈ കുട്ടിയെ കണ്ടപ്പോൾ നല്ല കൗതുകവും സ്നേഹവും അരുമയും തോന്നി. ആ കുട്ടിയെ മായാവതി വളർത്താൻ തുടങ്ങി, തൻ്റെ കുട്ടിയെപ്പോലെ വളർത്താൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കുട്ടി ഇങ്ങനെ വളർന്നു വരുന്നുണ്ട്. മായാവതി അരുമയോടുകൂടി മകനെ പോലെ വളർത്തുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ നാരദ മഹർഷി അവിടെ എത്തി. നാരദ മഹർഷി എത്തിയിട്ട് മായാവതിയോട് പറഞ്ഞു, അതേ, നീ ഇപ്പോൾ വളർത്തുന്ന കുട്ടിയുണ്ടല്ലോ, അത് നിൻ്റെ ഭർത്താവാണ്. നിൻ്റെ മകനല്ല, നിൻ്റെ ഭർത്താവാണ് എന്നുള്ള കാര്യം പറഞ്ഞു കൊടുത്തു. നീ ആരാണ്? മായാവതിക്ക് അറിയില്ലായിരുന്നു താൻ രതിയുടെ പുനർജന്മമാണെന്ന്. അപ്പോൾ പറഞ്ഞു കൊടുത്തു, നീ രതിയാണ്, ഈ കുട്ടിയുണ്ടല്ലോ അത് നിൻ്റെ പൂർവ്വ ഭർത്താവായിരുന്ന മന്മഥനാണ്. അപ്പോൾ ഈ ജന്മത്തിൽ നിങ്ങൾ ഒന്നായിട്ട് ഭർത്താവായിട്ട് തന്നെ സ്വീകരിക്കണം എന്നുള്ളതായിട്ടുള്ള ആ ഒരു നിർദ്ദേശം നാരദൻ പറഞ്ഞു കൊടുത്തു. ആ നാരദൻ്റെ ഇത് കേട്ടതായിട്ടുള്ള ആ മായാവതിക്ക് പിന്നീട് ഈ കുട്ടിയുടെ നേരെ അനുരാഗം തുടങ്ങി. ചെറിയ കുട്ടിയായിട്ടല്ല, സാക്ഷാൽ തൻ്റെ ഭർത്താവായിട്ട് തന്നെ കണ്ടുകൊണ്ട് ആ ഒരു ശൃംഗാരത്തോടു കൂടി, കാമഭാവത്തോടു കൂടിയിട്ട് ഈ കുട്ടിയെ സമീപിക്കാൻ തുടങ്ങി. ഈ കുട്ടി വളർന്ന് യൗവനത്തെ പ്രാപിക്കുന്നുണ്ട്, നല്ലൊരു യുവാവായി വരുന്നുണ്ട്. ഈ മായാവതിയുടെ ഭാവം മാറി പോണു. അപ്പോൾ മായാവതി, ഈ കുട്ടി ചോദിക്കുന്നുണ്ട് മായാവതിയോട്, എന്താ അമ്മ എങ്ങനെ പെരുമാറുന്നത് എന്നോട്? ഞാൻ അമ്മയുടെ പുത്രനല്ലേ, എന്താ അങ്ങനെ പെരുമാറുന്നത് ചോദിക്കും. ആ സമയത്ത് മായാവതി പറഞ്ഞു കൊടുക്കും, അങ്ങ് എൻ്റെ പുത്രനല്ല, എൻ്റെ ഭർത്താവായിട്ടുള്ള മന്മഥനാണ്. ഇപ്പോൾ കൃഷ്ണപുത്രനായി പ്രദ്യുമ്നനായി ജനിച്ചിരിക്കുകയാണ്. ഞാൻ അങ്ങയുടെ പത്നിയാവേണ്ടവളാണ്. പൂർവ്വജന്മത്തിൽ ഞാൻ അങ്ങയുടെ പത്നിയായ രതിയായിരുന്നു. ഈ ജന്മത്തിൽ നമ്മൾ ഒന്നിച്ചു ചേരാൻ വേണ്ടി ഇങ്ങനെയാണ് അതിൻ്റെ ഒരു നിയോഗം, ഇങ്ങനെയാണ് നമ്മൾ തമ്മിൽ കൂടിച്ചേർന്നിരിക്കുന്നത് എന്നുള്ള കാര്യം പറയണം. അങ്ങനെ ഈ മന്മഥനെ, ഈ പ്രദ്യുമ്നന് ഈ മായാവതിയെ തിരിച്ചറിയുകയും അവർ തമ്മിൽ ഇനി ശംബരാസുരനെ നിഗ്രഹിക്കാനായിക്കൊണ്ട് മായാപ്രയോഗം ചെയ്യാനായിക്കൊണ്ട് മായാവതി ഈ പ്രദ്യുമ്നന് മായകൾ പറഞ്ഞു കൊടുക്കുകയും അത് പ്രകാരമുള്ള മായകളൊക്കെ പഠിച്ചെടുത്ത് പ്രദ്യുമ്നൻ ഈ ശംബരാസുരനെ യുദ്ധത്തിനായിക്കൊണ്ട് വെല്ലുവിളിക്കുകയും അവർ തമ്മിൽ യുദ്ധം ചെയ്യുകയും ശംബരാസുരനെ വധിക്കുകയും പ്രദ്യുമ്നനും ഈ മായാവതിയുമായിട്ട് തിരിച്ച് കൊട്ടാരത്തിലേക്ക്, ദ്വാരകയിലേക്ക് മടങ്ങിപ്പോകുന്നു. അവർ തമ്മിലുള്ളതായിട്ടുള്ള ആ യാത്ര അവിടെ ദ്വാരകയിലെത്തുന്നു. അവിടെ ഈ പ്രദ്യുമ്നനെ കണ്ടതായിട്ടുള്ള ആളുകളൊക്കെ ഇതാരാ വരണത് എന്ന് നോക്കുകയാണ്. സാക്ഷാൽ കൃഷ്ണൻ തന്നെയാണോ എന്ന് അവർക്ക് സംശയം തോന്നി. ഓരോ സ്ത്രീകളും ഈ പ്രദ്യുമ്നനെ കണ്ടിട്ട് ലജ്ജയോടുകൂടി മറയുന്നു, എന്നുവെച്ചാൽ കൃഷ്ണനാണ് എന്ന് കൃഷ്ണനെ വിചാരിച്ചുകൊണ്ട്. അങ്ങനെ ആ പ്രദ്യുമ്നനും മായാവതിയുമായിട്ട് അവിടെ ചെല്ലുന്നു. പക്ഷേ പലർക്കും ഇത് കൃഷ്ണനല്ല, വേറെ ആരോ ആണ് എന്നുള്ളതായിട്ടുള്ള ശങ്കയുണ്ടാവുകയും അവർ തമ്മിൽ ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെ രുക്മിണി ദേവി അവിടെ എത്തുന്നു. രുക്മിണി ദേവിക്കും കണ്ടിട്ട് ഇത് തൻ്റെ നഷ്ടപ്പെട്ടതായിട്ടുള്ള പുത്രനെ പോലെയുണ്ട്, ഇവൻ എൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രായവും ഈ ഒരു സൗന്ദര്യവും ഈ ഒരു രൂപവുമൊക്കെ ഉണ്ടാവുമായിരുന്നു എന്നിങ്ങനെ വിചാരിക്കുന്നു. ആ രുക്മിണിക്ക് എന്താ പറയുക, സ്ഥലം ചുരക്കുന്നു. ആ സമയത്ത് അമ്മയുടെ ആ വാത്സല്യം ചുരക്കുന്നു. ആ സമയത്ത് കൃഷ്ണനും വസുദേവർ, ദേവകി അവരൊക്കെ അവിടെ വരുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും ആരാന്ന് പറയാൻ പറ്റുന്നില്ല. ആ സമയത്ത് കൃഷ്ണൻ അറിഞ്ഞാലും ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. പക്ഷേ നാരദൻ ആ സമയത്ത് എത്തുന്നു.
നാരദനാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇത് സാക്ഷാൽ അങ്ങയുടെ നഷ്ടപ്പെട്ടതായിട്ടുള്ള പ്രദ്യുമ്നൻ എന്ന പുത്രനാണ്. ഇത് അവളുടെ പത്നിയാണ്, മായാവതി എന്ന പേര്. ഇവർ പൂർവ്വജന്മത്തിൽ മന്മഥനും രതിയും ആണ്. അതുകൊണ്ട് ഇവരെ വിവാഹം കഴിച്ചു കൊടുത്ത് ഇവിടെ നിങ്ങളുടെ മക്കളായിട്ട് വളർത്തൂ എന്നുള്ളതായിട്ടുള്ള നിർദ്ദേശം കിട്ടി. അത് പ്രകാരം എല്ലാവരും സന്തോഷപൂർവ്വം മരിച്ചുപോയതായിട്ടുള്ള കുട്ടിയെ തിരിച്ചു കിട്ടി എന്നുള്ളതായിട്ടുള്ള ആ സന്തോഷത്തോടുകൂടി പ്രദ്യുമ്നനെ സ്വീകരിക്കുന്നു, മായാവതിയെ മരുമകളായിട്ട് സ്വീകരിക്കുന്നു. അവരുടെ വിവാഹം നടത്തി അവർ സുഖമായിട്ട് അവിടെ കഴിയുന്നു. ഇപ്പോൾ ഭഗവാന്റെ തന്നെ അംശമായിട്ടുള്ള ഭഗവാന്റെ എന്താ പറയുക പുത്രൻ ഈ പ്രദ്യുമ്നൻ, നമ്മൾ മുമ്പേ പറഞ്ഞു ചതുർവ്യൂഹ ഉപാസന എന്നുള്ളതായിട്ടുള്ള കഥ പറഞ്ഞു. വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ എന്നിങ്ങനെയുള്ള 4 വ്യൂഹമായിട്ട് ഉപാസിക്കുന്നത്. അതിൽ ബുദ്ധിയുടെ ദേവതയാണ് പ്രദ്യുമ്നൻ. അപ്പോൾ ആ ബുദ്ധിയിലാണ് വാസ്തവത്തിൽ എന്ത് ജനിക്കുന്നത്? നമുക്കൊക്കെ കാമം ജനിക്കുന്നത്. അതുകൊണ്ട് മനസ്സിജൻ അല്ലെങ്കിൽ ബുദ്ധിയിൽ ജനിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ ഈ കാമദേവൻ നമ്മുടെ ബുദ്ധിയുടെ ദേവതയും ബുദ്ധിയിൽ ജനിക്കുന്നവനുമാണ്. ആ കാമദേവനെ ബുദ്ധി കൊണ്ട് തന്നെ നമ്മൾ ജയിക്കുകയും വേണം. ബുദ്ധിയെ ഭഗവാന്റെ നേരെ തിരിച്ചാൽ നമുക്ക് ജയിക്കാം. അതാണ് പ്രദ്യുമ്നൻ ഭഗവാനോട് ചേരുന്നതോട് കൂടിയിട്ട് ആ ബുദ്ധിയെ എന്താ പറയുക കാമത്തെ ജയിക്കാനായി കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ തത്വം. അങ്ങനെയുള്ളതായിട്ടുള്ള പ്രദ്യുമ്ന ചരിത്രം പറഞ്ഞു. അത് കഴിഞ്ഞ് ഇനിതാ സത്രാജിത്തിൻ്റെ അല്ലെങ്കിൽ സമന്തക ഉപാഖ്യാനം എന്ന് ഭഗവാന്റെ 2 വിവാഹങ്ങളുടെ കഥയാണത്. സമന്തകോപാഖ്യാനം എന്നുള്ള കഥയിലൂടെ ഭഗവാന്റെ 2 വിവാഹങ്ങളെക്കുറിച്ച് പറയുന്നു. സത്രാജിതസ്വതനയാം കൃഷ്ണായ കൃതകിൽബിഷഃ സമന്തകേന മണിനാ സ്വയമുദ്യമ്യ ദത്തവാൻ. സത്രാജിത്ത് തൻ്റെ പുത്രിയായിട്ടുള്ള സത്യഭാമയെ ഭഗവാനായിക്കൊണ്ട് സമന്തകമണിയോടുകൂടി കൊടുത്തു എന്നുള്ളതായിട്ടുള്ള കഥ പറയുന്നു. അപ്പോൾ രാജാവ് അതിനെ വിസ്തരിച്ച്, പരീക്ഷിത്ത് അത് വിസ്തരിച്ച് കേൾക്കണം എന്ന് പറഞ്ഞതായിട്ടുള്ള സമയത്ത് സത്രാജിത്ത് എന്ന് പറഞ്ഞതായിട്ടുള്ള ഒരു യാദവ പ്രമുഖൻ സൂര്യൻ്റെ ഭക്തനായിരുന്നു. അദ്ദേഹം സൂര്യനെ തപസ് ചെയ്ത് സൂര്യനിൽ നിന്ന് ഒരു മണി സമ്പാദിച്ചു. ആ മണിയുടെ പേരാണ് സമന്തകം എന്നുള്ളതായിട്ടുള്ള മണി. ആ മണിയുമായിട്ട് അദ്ദേഹം ഒരിക്കൽ ദ്വാരകാപുരിയിലേക്ക്, കൊട്ടാരത്തിലേക്ക് മണിയെ കഴുത്തിൽ കെട്ടിക്കൊണ്ട് വരികയാണ്. അവിടെ കണ്ടവരായിട്ടുള്ള ആളുകളൊക്കെ ഇത് സൂര്യദേവൻ തന്നെയാണോ വരുന്നത് കൃഷ്ണനെ കാണാനായിക്കൊണ്ട്, ആരാണത് വരുന്നത് എന്നിങ്ങനെ അവർ തമ്മിൽ ചർച്ച ചെയ്യുന്നു. ആ സമയത്ത് അത് കേട്ടതായിട്ടുള്ള കൃഷ്ണൻ പറയുന്നു, ഇത് സൂര്യദേവനൊന്നും അല്ല, നമ്മുടെ തന്നെ യാദവ പ്രമുഖനായിട്ടുള്ള സത്രാജിത്താണ്. അദ്ദേഹം സൂര്യനാൽ ലഭിക്കപ്പെട്ടതായിട്ടുള്ള ഈ മണിയുമായിട്ട് വരികയാണ് എന്ന് പറഞ്ഞു. ഇവിടെ വന്നതായിട്ടുള്ള സമയത്ത് സത്രാജിത്തിനോട് ഈ മണിയെ അഭ്യർത്ഥിക്കുന്നുണ്ട്. കൃഷ്ണൻ ചോദിക്കുന്നു, ഈ മണി ഇവിടെ ഇരുന്നാൽ നല്ലതാണ്, രാജാവിൻ്റെ കയ്യിലിരുന്നാൽ രാജാവിന് പ്രയോജനപ്പെടും, അതുകൊണ്ട് രാജാവിനായി കൊണ്ട് നൽകൂ, രാജാവിൻ്റെ കൊട്ടാരത്തിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ സത്രാജിത്ത് അത് കൊടുക്കാൻ തയ്യാറായില്ല. സയാജിതോ മണിം ക്വാപി യദുരാജായ ശൗരിണ നൈവാർത്തകാമുഖപ്രാദാത് യാജ്ഞാഭംഗം അതർക്കയൻ തമേകദാമണിം കണ്ടേ പ്രതിമുച്യ മഹാപ്രഭം പ്രസേനോ ഹയമാരുഹ്യ മൃഗയാം വ്യചരത്വനേ. ഇങ്ങനെ ഭഗവാൻ ചോദിച്ചിട്ടും കൊടുക്കാത്തതായിട്ടുള്ള ഈ മണിയുമായിട്ട് ഈ സത്രാജിത്തിൻ്റെ സഹോദരനായിട്ടുള്ള പ്രസേനൻ ഒരിക്കൽ നായാട്ടിനായി കൊണ്ടുപോവുകയാണ്. മൃഗയാ വിനോദത്തിനായിട്ട് കഴുത്തിൽ ഈ മണിയെ കെട്ടിക്കൊണ്ട് ആ പ്രസേനനെയും കുതിരയെയും കൊന്ന് ഒരു സിംഹം ഈ മണിയെ അപഹരിച്ചെടുത്തു. ആ സിംഹത്തെ വേറൊരു ആൾ കൊന്നു, അത് നമ്മുടെ ജാംബവാൻ കൊന്നു. ആ ജാംബവാൻ ആ മണിയെ സിംഹത്തിൻ്റെ നിന്ന് എടുത്തിട്ട് തൻ്റെ കുട്ടിക്ക് കളിക്കാനായിക്കൊണ്ട് കൊടുത്തു. ഈ സമയത്ത് ദിവസങ്ങളോളം ഈ പ്രസേനനെ കാണാതായി. പ്രസേനൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള സത്രാജിത്ത് ഈ കൃഷ്ണനാണ് പ്രസേനൻ്റെ കൊലപാതകി എന്നങ്ങോട്ട് പറഞ്ഞു പരത്താൻ തുടങ്ങി. കൃഷ്ണൻ തന്നോട് ഈ സമന്തകമണി ചോദിച്ചതും അത് താൻ കൊടുക്കാതിരുന്നതിൻ്റെ ഫലമായിട്ട് ഭഗവാൻ കൃഷ്ണൻ തന്നെ തൻ്റെ സഹോദരനെ കൊന്നു എന്നുള്ളതായിട്ടുള്ള കഥയും പറയുന്നു.
അതിങ്ങനെ നാട്ടിൽ പാട്ടാവുന്നു. അങ്ങനെ ആ കിഞ്ചന വർത്തമാനം അല്ലെങ്കിൽ ആ കിംവദന്തി എല്ലാവരും കൃഷ്ണനെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ആ കൃഷ്ണനെ കൊട്ടാരത്തിലുള്ള ആളുകൾ പോലും, ദേവകി വസുദേവന്മാർ പോലും അല്ലെങ്കിൽ രുക്മിണി ദേവി പോലും അവിശ്വസിക്കുന്നു. അതൊരു ചർച്ചാ വിഷയമാവുന്നതാണ്. കൃഷ്ണൻ തനിക്ക് ബാധിക്കപ്പെട്ടതായിട്ടുള്ള ഈ അകീർത്തിയെ, യശസ് കളങ്കമുണ്ടായതിനെ നീക്കാനായിക്കൊണ്ട് കൃഷ്ണൻ തന്നെ അന്വേഷിക്കാനായിക്കൊണ്ട് ഇറങ്ങുന്നു. കൊട്ടാരത്തിൽ നിന്നുള്ളതായിട്ടുള്ള കുറേ കാരണവന്മാരെയായിട്ട് കാട്ടിലേക്ക് പോകുന്നു. 10-12 ദിവസങ്ങളോളം അവർ തിരഞ്ഞ് പോകുന്നു. ഈ എന്താ പറയുക, സത്രാജിത്തിൻ്റെ അനുജൻ പോയതായിട്ടുള്ള പ്രസേനൻ പോയതായിട്ടുള്ള വഴിക്ക് പോയി ആ പ്രസേനൻ കൊല്ലപ്പെട്ടത് കാണുന്നു. ആ കുതിരയും പ്രസേനനും മരിച്ചു കിടക്കുന്നത് കണ്ടു. അത് കഴിഞ്ഞ് ഈ സിംഹം കൊല്ലപ്പെട്ടിരിക്കുന്നത് കാണുന്നു. ജാംബവാൻ്റെ ഗുഹയിലേക്ക് എത്തിച്ചേരുന്നു. അവിടെ വെച്ച് ജാംബവാൻ്റെ കുട്ടി ഈ ഇതുമായിട്ട് കളിക്കുന്നത് കൃഷ്ണൻ കാണുന്നു. ഈ രത്നം തനിക്ക് ചോദിക്കുന്നതായിട്ടുള്ള സമയത്ത് ആ കുട്ടി ചെന്ന് ജാംബവാനോട് പറയുന്നതും ജാംബവാൻ തൻ്റെ ഗുഹയിൽ അതിക്രമിച്ച് വന്നതായിട്ടുള്ള ഈ കൃഷ്ണനോട് അറിയാതെ യുദ്ധം ചെയ്യുന്നതും, കുറേ ദിവസങ്ങളോളം യുദ്ധം ചെയ്യുന്നതും, 28 ദിവസത്തോളം തുടർച്ചയായിട്ടുള്ള യുദ്ധം നടക്കുന്നു. 10-12 ദിവസം കാവൽ നിന്നതായിട്ടുള്ള ഈ ദ്വാരകയിൽ നിന്ന് വന്നതായിട്ടുള്ള ആളുകൾ കൃഷ്ണനെ കാണാതെ തിരിച്ചു പോകുന്നു. അവരെല്ലാം പറയുന്നു, കൃഷ്ണൻ നഷ്ടപ്പെട്ടു, കൃഷ്ണൻ മരിച്ചു തോന്നുന്നു, ആ ഗുഹയിൽ പോയിട്ട് കൃഷ്ണൻ തിരിച്ചു വന്നിട്ടില്ല എന്നു. അങ്ങനെ എല്ലാവർക്കും സങ്കടമായി. ഈ സത്രാജിത്താണ് കാരണക്കാരൻ, നമ്മുടെ കൃഷ്ണനെ നമുക്ക് നഷ്ടമാകാനായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും സത്രാജിത്തിനെ കുറ്റം പറയാനും അല്ലെങ്കിൽ അവർ ദുഃഖിക്കാനും ഒക്കെ തുടങ്ങി. ഈ സമയത്താണ് 28 ദിവസത്തോളം യുദ്ധം കഴിഞ്ഞിട്ട് ഭഗവാൻ ഈ ജാംബവാനെ ജയിച്ച്, അല്ലെങ്കിൽ ജാംബവാനെ മനസ്സിലായി തൻ്റെ ഗുഹയ്ക്കകത്ത് വന്നിരിക്കുന്നത് തൻ്റെ തന്നെ പ്രഭുവായിട്ടുള്ള രാമൻ തന്നെയാണെന്നും ആ രാമൻ തന്നെയാണ് ഇവിടെ കൃഷ്ണരൂപത്തിൽ വന്നിരിക്കുന്നതെന്നും തിരിച്ചറിഞ്ഞ് താൻ രാമാവതാരത്തിൽ തൻ്റെ പുത്രിയെ കൊടുക്കാനിരുന്നതാണ് രാമന് തന്നെ. പക്ഷെ അന്ന് രാമൻ പറഞ്ഞു, ഞാൻ പിന്നീട് ഇനിയുള്ള ഒരു അവതാരത്തിൽ വരും, അപ്പം കൊടുക്കാം, അപ്പം ഞാൻ സ്വീകരിച്ചോളാമെന്ന് പറഞ്ഞിരുന്നു. അതിൽ പ്രകാരം ഇപ്പോൾ ദാ കൃഷ്ണനായിക്കൊണ്ട് ആ ജാംബവതിയെ കൊടുത്തു. ആ ജാംബവതിയുമായിട്ട് ഈ മണിയുമായിട്ട് ഭഗവാൻ ദാ കൊട്ടാരത്തിലേക്ക് തിരിച്ചു വരുന്നു. ഉണ്ടായതായിട്ടുള്ള കഥകളൊക്കെ അദ്ദേഹം പറഞ്ഞു. എല്ലാവർക്കും സന്തോഷമായി. എല്ലാവർക്കും എന്താ പറയുക, ഈ മണിയും കിട്ടി, ഭഗവാന്റെ ഈ ജാംബവതി എന്നതായിട്ടുള്ളൊരു രമണിയെയും കിട്ടി, സന്തോഷമായി. ഭഗവാൻ എന്ത് ചെയ്തു, ഈ മണിയെ സത്രാജിത്തിനെ തന്നെ വിളിച്ച് തിരിച്ച് ഏൽപ്പിക്കുന്നു. സത്രാജിത്തിന് വല്ലാത്ത ദുഃഖവും സങ്കടമൊക്കെ ആയി. അദ്ദേഹം കൊട്ടാരത്തിൽ പോയിട്ട് അദ്ദേഹത്തിന് തിരിച്ച് അവിടെ എന്താ പറയുക, സ്വസ്ഥത കിട്ടുന്നില്ല. എങ്ങനെയെങ്കിലും ഭഗവാനുമായിട്ടുണ്ടായിട്ടുള്ള തൻ്റെ ഈ ഒരു ചെറിയൊരു ദ്വേഷമുണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭഗവാനെ താൻ കളങ്കമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഭഗവാനുമായിട്ട് വീണ്ടും ആ ബന്ധം സ്ഥാപിക്കണമെന്ന് വിചാരിച്ചിട്ട് തൻ്റെ പുത്രിയായിട്ടുള്ള സത്യഭാമയെ വേറൊരാൾക്ക് കൊടുക്കാനായിക്കൊണ്ട്, ശതധന്വാവ് എന്ന് പറഞ്ഞൊരു യാദവന് കൊടുക്കാനിരുന്നതാണ്. പക്ഷേ ഭഗവാന് തന്നെ കൊടുക്കാനായിക്കൊണ്ട് തീരുമാനിച്ചുകൊണ്ട് ആ സത്യഭാമയെയും ഈ മണിയെയുമായിട്ട് ഭഗവാന്റെ അടുത്തേക്ക് വരുന്നു. ഭഗവാന് ഈ മണിയും സത്യഭാമയും സമർപ്പിക്കുന്നു. ഭഗവാൻ സത്യഭാമയെ മാത്രം സ്വീകരിച്ച് മണി അങ്ങയുടെ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ സമന്തകമണിയെ തിരിച്ച് സത്രാജിത്തിന് തന്നെ കൊടുക്കുന്നു. അങ്ങനെയുള്ള ഭഗവാന്റെ ഈ ജാംബവതിയുടെയും സത്യഭാമയുടെയും വിവാഹം ഇതിൽ വർണ്ണിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് ഈ ഭഗവാൻ പാണ്ഡവന്മാരെ അരക്കില്ലത്തിൽ വെച്ച് കൊല്ലപ്പെട്ടതായിട്ട് അറിഞ്ഞ് ഹസ്തിനപുരത്തിലേക്ക് പോകുന്നു. ഈ സമയത്ത് ഭഗവാൻ ഇല്ലാത്തതായിട്ടുള്ള സമയത്ത് സത്യഭാമയുടെ അച്ഛനായിട്ടുള്ള സത്രാജിത്തിനെ ശതധന്വാവ് വധിക്കുകയാണ് ഉണ്ടാവുന്നത്. തനിക്ക് തരാമെന്ന് പറഞ്ഞ് തരാതിരുന്നു സത്യഭാമയെ. അപ്പോൾ അതിൻ്റെ പ്രതികാരമായിട്ട് അക്രൂരനാൽ പ്രേരിതനായിട്ടുള്ള ശതധന്വാവ് സത്രാജിത്തിനെ വധിക്കുന്നു. അസമന്തകമണിയെയും അപഹരിക്കുന്നു. എന്നിട്ട് അക്രൂരനെയും കൂട്ടിയിട്ട് രക്ഷപ്പെടാനായിക്കൊണ്ട് ശ്രമിക്കുന്നു. അപ്പോഴേക്കും സത്യഭാമ അറിഞ്ഞ് കരഞ്ഞ് രഥവും എടുത്തുകൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഹസ്തിനപുരത്തിൽ ചെന്ന് ഭഗവാനോട് കാര്യം പറയണം, ഇങ്ങനെ എൻ്റെ അച്ഛനെ ആരോ കൊന്നിരിക്കണു, അങ്ങ് വന്ന് അതിനുള്ള വഴി കാണണമെന്ന് പറഞ്ഞ് ഭഗവാനെയും കൂട്ടിയിട്ട് തിരിച്ചു വരണു. ഭഗവാനും ബലരാമസ്വാമിയുമായിട്ട് രഥത്തിൽ ഈ കൊലപാതകയെ തെരഞ്ഞു പോകുന്നു. അപ്പോൾ ശതധന്വാവ് അതറിഞ്ഞുകൊണ്ട്
പലായനം ചെയ്യുകയാണ്, രാജ്യത്തുനിന്ന് സ്ഥലം വിടുകയാണ്. അക്രൂരനും കൂടെയുണ്ട്. അവർ കൃതവർമാവ് എന്ന് പറഞ്ഞൊരു കൂട്ടുകാരനുണ്ട്. അവരൊക്കെ ഓടി ഓരോ വഴിക്ക് രക്ഷപ്പെട്ടു. പക്ഷേ ഈ ശതധന്വാവ് ഈ മണിയെ അക്രൂരൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം വേറൊരു രഥത്തിൽ സ്ഥലം വിട്ടു. ഭഗവാൻ ശതധന്വാവിനെ പിന്തുടർന്ന് ആ ശതധന്വാവിനെ കൊന്നിട്ട് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ മണിയൊന്നുമില്ല. ബലരാമസ്വാമിയോട് പറഞ്ഞു, നമ്മൾ വെറുതെ ശതധന്വാവിനെ കൊന്നു, ഈ ശതധന്വാവിൻ്റെ കയ്യിൽ മണിയൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ ബലരാമസ്വാമിക്ക് അത് വിശ്വാസമായില്ല. ഭഗവാൻ അറിയാതെ ഈ മണി എവിടെയും പോവില്ല. അപ്പോൾ ഭഗവാന്റെ ബന്ധുക്കളായിട്ടുള്ള ആരുടെ അടുത്തോ ഈ മണിയുണ്ട്, ഭഗവാൻ അവരെ രക്ഷിക്കുകയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ബലരാമസ്വാമി ഭഗവാനോട് ദേഷ്യപ്പെടും. എന്നിട്ട് ഞാൻ ഈ മണി കിട്ടിയ വിവരം കിട്ടിയല്ലാതെ ഞാൻ തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ് നേരെ വേറൊരു രാജ്യത്തേക്ക്, കോസല രാജ്യത്തേക്ക് പോകുന്നു. അവിടെ വെച്ചിട്ടാണ് അദ്ദേഹത്തിന് ദുര്യോധനെ ശിഷ്യനായിട്ട് ഗദായുദ്ധം പഠിപ്പിക്കുന്നതായിട്ടുള്ള കഥയൊക്കെ വരുന്നത്. അപ്പോൾ ഭഗവാൻ ഈ ശതധന്വാവിനെ കൊന്നതിന് ശേഷം തിരിച്ച് കൊട്ടാരത്തിലേക്ക് വരുന്നു. പക്ഷെ ഭഗവാൻ അറിയാം ഈ മണി ആരുടെ കയ്യിലാണുള്ളതെന്ന്, അത് അക്രൂരൻ്റെ കയ്യിലാണുള്ളത്. പക്ഷെ അക്രൂരൻ എന്ത് ചെയ്തിരിക്കണു? അക്രൂരൻ നേരെ കാശിക്ക് സ്ഥലം വിട്ടു. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം കാശിയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ നാട്. അദ്ദേഹം നാട് വിട്ട് കാശിയിൽ പോയി കുറേ കാലം താമസിച്ചു. ആ കാലത്ത് ഇവിടെ ദ്വാരകയിൽ മഴയില്ലാതായി. കാരണം അക്രൂരനെ പോലൊരു മഹാത്മാവ് ഇവിടെ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഇവിടെ മഴയുണ്ടായിരുന്നത്. അദ്ദേഹം ജനിച്ചപ്പോഴാണ് ഈ ദേശത്ത് മഴയുണ്ടായത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ മാഹാത്മ്യത്തെ സൂചിപ്പിക്കുന്നു. ഭഗവാൻ 10-12 കൊല്ലത്തോളം ഇവിടെ മഴയില്ലാതിരുന്നതായിട്ടുള്ള സമയത്ത് അക്രൂരനെ വരാനായിക്കൊണ്ട് കാശിയിലേക്ക് ആളയക്കുന്നു. ഭഗവാൻ അറിയാം കാശിയിലാണ് അക്രൂരനുള്ളതെന്ന്. അങ്ങനെ ആളെ അയക്കുന്നു. കാശിയിൽ നിന്ന് അക്രൂരൻ പേടിച്ച് വന്ന് ഭഗവാന്റെ അടുത്ത് വന്ന് ഈ മണിയെ കൊണ്ടുവന്ന് കൊടുക്കുന്നു. എനിക്ക് അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞ് ഭഗവാനോട് ക്ഷമാപണം ചെയ്യുന്നു. ഭഗവാൻ പക്ഷേ അക്രൂരനോട് പറയുന്നു, ഇത് അങ്ങയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, അങ്ങ് ഇവിടെ അതിനെയും പൂജിച്ചുകൊണ്ട് ഇരുന്നാൽ മതി, ഈ രാജ്യത്തിന് എല്ലാ ക്ഷേമവും ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് അക്രൂരനെ കൊണ്ട് ഈ മണി ഏൽപ്പിച്ച് അക്രൂരനെ കൊണ്ട് പൂജിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നു. അങ്ങനെ ഒരു സമന്തക മണി കൊണ്ടുണ്ടായിട്ടുള്ള ദുരിതങ്ങൾ എത്ര ആളുകൾ മരിക്കാനിടയായി, എത്ര മാനസികമായിട്ടുള്ള ക്ലേശങ്ങൾ ഓരോരുത്തർക്കുണ്ടായി എന്നുള്ളതായിട്ടുള്ള ആ കഥയെ പറഞ്ഞു. ഭഗവാന് 2 വിവാഹം അതിലൂടെ നടന്നതിനെയും പറഞ്ഞു. ഓം നമോ ഭഗവതേ വാസുദേവായ.